ജനങ്ങൾ ദുരന്തം അനുഭവിക്കുമ്പോഴത്തേക്ക് ഈ കാപ്പ സൂതന് വേണ്ടിയിട്ട് മേയർ 46 ദിവസമാണ് ഈ മീറ്റിംഗ് നീട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അതുപോലെ സത്യപ്രതിജ്ഞ നടത്താൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് പറഞ്ഞത്. എങ്ങനെയാണോ ഞങ്ങൾ ഈ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ സത്യപ്രതിജ്ഞ ചെയ്തത്, ആ കൗൺസിൽ ഹാളിൽ വെച്ചിട്ടാണ് ആ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കേണ്ടത്. ഒരു ജനാധിപത്യ ഒരു സംവിധാനത്തിനകത്ത് ഒരു സത്യപ്രതിജ്ഞ നടത്തുമ്പോഴത്തേക്ക് അതിനൊരു മിനിമം കാര്യങ്ങൾ പാലിക്കണമല്ലോ. ഒന്നുമില്ലെങ്കിൽ ഒരു പാർലമെൻ്ററി പാർട്ടി ലീഡറാണ്, ഞാനാണ് ആ പെറ്റീഷണർ, എന്നെയെങ്കിലും അറിയിച്ചുകൊണ്ട് വേണ്ടേ ഈ പറയുന്ന സത്യപ്രതിജ്ഞ ചടങ്ങ് സംഘടിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഇതെല്ലാം ധിക്കാരപരമായിട്ടുള്ള എടുത്തുചാട്ടം നടത്തി നിലനിൽക്കുന്ന ഒരു സംവിധാനം. ഇപ്പോൾ നാളെയൊക്കെ ഇനിയിപ്പോൾ ആർക്ക് വേണോ എവിടെ വേണമെങ്കിലും വെച്ചിട്ട് ഒളിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാമെന്നുള്ളൊരു അവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ തുടർന്ന് അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ചെന്ന ഒരു കൗൺസിലർമാരായിട്ടുള്ളവർ അവിടെ ചെന്ന് പിന്നെ ഒരു പ്രതിഷേധം നടത്തിയാൽ അവരെ ഇപ്പോൾ 4 പേര് ആശുപത്രിയിൽ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. അങ്ങനെ കയ്യേറ്റം ചെയ്യുന്ന ഒരു മേയറായിട്ട് ഈ മേയർ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്ത് ഗുണ്ടാപ്പണിയും നടത്തുന്ന രൂപത്തിലേക്ക് അവർ കുറച്ച് ആളുകൾ പല കാര്യങ്ങളും പിന്നെ തീരുമാനിക്കുന്നു, നടപ്പിലാക്കുന്നു, കൗൺസിലിനെ വെറും നോക്കുകുത്തിയായിട്ട് നിർത്തുന്നു, എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. കഴിഞ്ഞ 6 മാസം നമ്മുടെ ചട്ടം അനുസരിച്ച് മിനിറ്റ്സ് അടുത്ത പിന്നെ മീറ്റിംഗ് വരുമ്പോഴത്തേക്ക് അവസാനം കൂടിയ പിന്നെ കൗൺസിലിൻ്റെ മിനിറ്റ്സ് തരണമെന്നാണ്. കഴിഞ്ഞ 6 മാസം കൊണ്ട് തരുന്നില്ല. ഇന്നലെയാണ് ഞങ്ങൾ ബലം പിടിച്ച് മുദ്രാവാക്യം വിളിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ആ മിനിറ്റ്സിൻ്റെ കോപ്പി തന്നെ തരുന്നത്. ഇപ്പോൾ മനസ്സിലാക്കുന്നത് 2 പ്രാവശ്യം വന്നിട്ടില്ല, സുഗതൻ്റെ അറ്റൻഡൻസ് തിരുത്തി മേയർ തന്നെ നേതൃത്വം കൊടുത്ത് ഫോർജറി നടത്തിയിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു മേയറും ഒരു സംവിധാനത്തെയും നമുക്കൊരു ജനാധിപത്യപരമായി ഇതിനെ സംരക്ഷിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. ഇത് മാത്രമല്ല, ജനങ്ങളുടെ പ്രശ്നം ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ല, ഏറ്റവും കൂടുതൽ പനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മരണത്തിലേക്ക് പോയിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഈ സമയം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പോലും ഇതിന് വേണ്ടിയിട്ട് ഒരു പരിഹാരം കാണാതെ ഇവർ ഈ പറയുന്ന കണക്ക് സുഗതന് വേണ്ടിയിട്ട് ഇവിടെ അടിയുണ്ടാക്കി കലാപം ഉണ്ടാക്കി ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം സംഘം കൗൺസിലർമാർ ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിലാണല്ലോ ഈ സമരം നടത്തിയത്. എവിടെ എന്താ പിന്നെ അക്രമമാണ് നടത്തിയിട്ടുള്ളത്? നിങ്ങൾ നോക്കൂ, ഇവിടെ സുഗതനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൗൺസിലർമാരെല്ലാവരും കൂടെ ചേർന്ന് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ പോയി അക്രമ പ്രവർത്തനം നടത്തിയില്ലേ? കമ്മീഷണർ ഓഫീസിൻ്റെ മുമ്പിൽ പോയി അക്രമ പ്രവർത്തനം നടത്തിയില്ല? സുഗതന് എതിരായിട്ട് ഒരു പ്രതിഷേധ സമരം നടത്തിയപ്പോൾ കൂടെയുള്ള കൗൺസിലർമാരെ അടിച്ച് പരിക്കേൽപ്പിക്കുന്ന രൂപത്തിലേക്ക് ഇവർ മാറിയില്ലേ? അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായിട്ടും അക്രമപ്പെടുത്തൽ. ഇപ്പോൾ സുഗതനെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സുഗതനെ അറസ്റ്റ് ചെയ്ത് തന്നെ നമ്മൾ നോക്കൂ. ഈ രാത്രി ഈ പറയുന്ന കുറേ ക്രിമിനലുകൾ സംരക്ഷണത്തിലോടുകയോ അവസാനം പോലീസ് വെടിവെച്ചിട്ടാണ് ഈ പറയുന്നത് പോലെ തന്നെ സുഗതനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും പറഞ്ഞത്. നമ്മുടെ ഇവിടെ ഏതെങ്കിലും ഒരു ചരിത്രത്തിൽ ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ സുഗതനെ പോലുള്ള ഒരു ക്രിമിനലിനെ ഇവിടെ ആകാശത്ത് വെടിവെച്ച് ആളുകൾ അറസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സുഗതൻ സംഭവമാണ്. ഇപ്പോൾ UDF ആണ് ഭരിക്കുന്നത്. മെനഞ്ഞാന്ന് കാപ്പ ഇറങ്ങിയല്ലോ, അതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് പാലിച്ച് അതിൻ്റെ ഉത്തരവ് ഇറങ്ങിയല്ലോ. അത് മനസ്സിലാക്കിയിട്ടെങ്കിലും ഈ പറയുന്നത് പോലെ തന്നെ ഇവർ ഇതിൽ നിന്ന് പിന്തിരിയാനും ഈ കോർപ്പറേഷൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് ഇത്തരം ആളുകളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കാത്തടത്തോളം കാലം ശക്തമായിട്ടുള്ള സമരം, നിയമപരമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോൾ ഞാൻ നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ തന്നെ പിന്നെ ഇവിടെ ചട്ടമനുസരിച്ച് 35 പേര് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്പെഷ്യൽ കൗൺസിൽ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി നിയമം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് UDFും LDFും രണ്ടായി അവിടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു ദിവസം 4-ാം തീയതി കൗൺസിൽ വിളിക്കണമെന്നുള്ള ഒരു ദിവസം പിന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ ചട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ പിന്നെ ഈ പറയുന്ന മേയർ ചെയ്യേണ്ടത് ജനാധിപത്യ സംവിധാനത്തിനകത്ത് മുനിസിപ്പാലിറ്റി ആക്ട് നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ അത് നടപ്പിലാക്കില്ല, ഞങ്ങൾ വിളിക്കൂല എന്നുള്ള കത്താണ് എനിക്ക് ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം കോടതിയിൽ നിന്ന് തന്നെ ഞാൻ ആ കൗൺസിൽ മീറ്റിംഗ് കൂടുന്ന സമയത്ത് എന്നെ ചൂണ്ടിക്കാണിച്ചു, ഇങ്ങനെ ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾ തിരുത്തി ഇത് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാകണമെന്നുള്ള അന്നത്തെ കൗൺസിൽ മീറ്റിങ്ങിനകത്ത് ഞാൻ പറഞ്ഞില്ല. അപ്പോഴത്തേക്ക് ധാർഷ്ട്യം, അത് ഞങ്ങൾ കോടതിയിൽ പോയിക്കോളാം, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തോ എന്ന് പറയുന്ന ധാർഷ്ട്യമാണ് ഇദ്ദേഹം വെച്ച് പുലർത്തുന്നത്. ഇപ്പോൾ സ്പെഷ്യൽ കൗൺസിൽ വിളിക്കാതിരിക്കുന്ന തീരത്തിലേക്ക് 4-ാം തീയതി സ്പെഷ്യൽ കൗൺസിൽ വിളിക്കാൻ 49 കൗൺസിലർമാർ ആവശ്യപ്പെട്ടിട്ടും അത് നടത്തൂല എന്ന് പറയുന്നത് ചട്ടലംഘനമാണ്. ഇതിനെതിരെ കൂടി നിയമ നടപടിയിലേക്ക് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്കറിയില്ല, ഞാൻ FIRന്റെ കോപ്പി കണ്ടില്ല. നിങ്ങൾ
മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്ത വന്ന് ആണ് ഞാൻ ഈ വിഷയം അറിയുന്നത്. അന്ന് ഒരു 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 ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. അവിടെ ഒരു 10-15 മാധ്യമങ്ങൾ ക്യാമറ കണ്ണുകൾ അവിടെ ഉണ്ടായിരുന്നു ആ സംഭവം നടക്കുമ്പോൾ. എന്നെ അതിനകത്ത് കൃത്യമായിട്ട് കാണാം. ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളത് ആ വിഷ്വൽ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കള്ളക്കേസ് കൊടുക്കുന്നതും അതന്നെ അത്തരം അതല്ല, അങ്ങനെ UDF ഭരിക്കുന്നതല്ല. സ്വാഭാവികമായിട്ട് മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനനുസരിച്ചാണ് FIR എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു അഭിഭാഷകനായതുകൊണ്ട് നമ്മളിതൊക്കെ ഒരുപാട് കണ്ടും കേട്ടും ഒരു 10-26 വർഷം നമ്മൾ ഈ പറയുന്നത് അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ സംബന്ധിച്ചൊന്നും അറിയാം. അതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അതിൽ അല്ല, ഞങ്ങൾ LDFനെ സംബന്ധിച്ച് ഞങ്ങൾ ഈ അവിശ്വാസം കൊണ്ടുവരുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടില്ല. അതൊരു രാഷ്ട്രീയ തീരുമാനമെടുത്താണ് നടപ്പിലാക്കേണ്ടത്. ഞങ്ങൾ ഇന്നത്തെ ഒരു കോർപ്പറേഷൻ്റെ സ്തംഭനാവസ്ഥയുണ്ട്. അത് ജനങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 6 മാസം കൊണ്ട് ഈ കോർപ്പറേഷൻ എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു സ്തംഭിക്കുന്ന രൂപത്തിലും നടന്നുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെല്ലാം പൊളിച്ചു മാറ്റുന്ന തരത്തിലേക്കാണ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെള്ളം പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല. സ്ട്രീറ്റ് ഡോഗ്സിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. മാലിന്യങ്ങൾ വലിയ രൂപത്തിൽ കെട്ടിക്കിടക്കുന്നത് കാരണം ഇവിടെ ഇപ്പോൾ പകർച്ചപ്പനി വന്ന് നമ്മുടെ നഗരത്തിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായി ആ പ്രശ്നം മാറിയിരിക്കുകയാണ്. ഒരു അടിസ്ഥാന പ്രശ്നങ്ങളും ഇവർക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. കൗൺസിൽ പ്രോപ്പറായി നടത്താൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. കഴിഞ്ഞ 6 മാസമായിട്ടുള്ള കൗൺസിൽ മീറ്റിംഗ് എടുത്ത് നോക്കിയാൽ മതി. ഒരു പ്രശ്നവും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളും അത് ചർച്ച ചെയ്യാനും അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഇവരുടെ ഇഷ്ടം പ്രകാരം അവരുടെ കുറേ അജണ്ടകൾ കൊണ്ടുവരും. ആ അജണ്ടകൾക്കകത്ത് നിന്ന് പിന്നെ ഞങ്ങൾ വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് കൗൺസിൽ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് മേയർ എണീറ്റങ്ങ് പോകുകയാണ് ചെയ്യുന്നത്. ഇപ്പം തന്നെ കൗൺസിലിൻ്റെ നോട്ടീസ് തന്ന് ഒരു 400 അജണ്ട അതിനകത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് 2 മണിക്കൂർ കൊണ്ട് ഈ പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? അവരെടുക്കുന്നത് അതുകൊണ്ടാണല്ലോ 46 ദിവസം നീണ്ടുപോയത് ഈ കൗൺസിൽ മീറ്റിംഗ്. ഈ നീറുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴത്തേക്ക്, ഇവിടെ ജനങ്ങൾ ദുരന്തം അനുഭവിക്കുമ്പോഴത്തേക്ക് ഈ കാപ്പ സൂതന് വേണ്ടിയിട്ട് മേയർ 46 ദിവസമാണ് ഈ മീറ്റിംഗ് നീട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അതുപോലെ സത്യപ്രതിജ്ഞ നടത്താൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് പറഞ്ഞത്. എങ്ങനെയാണോ ഞങ്ങൾ ഈ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ സത്യപ്രതിജ്ഞ ചെയ്തത്, ആ കൗൺസിൽ ഹാളിൽ വെച്ചിട്ടാണ് ആ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കേണ്ടത്. ഒരു ജനാധിപത്യ ഒരു സംവിധാനത്തിനകത്ത് ഒരു സത്യപ്രതിജ്ഞ നടത്തുമ്പോഴത്തേക്ക് അതിനൊരു മിനിമം കാര്യങ്ങൾ പാലിക്കണമല്ലോ. ഒന്നുമില്ലെങ്കിൽ ഒരു പാർലമെൻ്ററി പാർട്ടി ലീഡറാണ്, ഞാനാണ് ആ പെറ്റീഷണർ, എന്നെയെങ്കിലും അറിയിച്ചുകൊണ്ട് വേണ്ടേ ഈ പറയുന്ന സത്യപ്രതിജ്ഞ ചടങ്ങ് സംഘടിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഇതെല്ലാം ധിക്കാരപരമായിട്ടുള്ള എടുത്തുചാട്ടം നടത്തി നിലനിൽക്കുന്ന ഒരു സംവിധാനം. ഇപ്പോൾ നാളെയൊക്കെ ഇനിയിപ്പോൾ ആർക്ക് വേണോ എവിടെ വേണമെങ്കിലും വെച്ചിട്ട് ഒളിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാമെന്നുള്ളൊരു അവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ തുടർന്ന് അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ചെന്ന ഒരു കൗൺസിലർമാരായിട്ടുള്ളവർ അവിടെ ചെന്ന് പിന്നെ ഒരു പ്രതിഷേധം നടത്തിയാൽ അവരെ ഇപ്പോൾ 4 പേര് ആശുപത്രിയിൽ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. അങ്ങനെ കയ്യേറ്റം ചെയ്യുന്ന ഒരു മേയറായിട്ട് ഈ മേയർ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്ത് ഗുണ്ടാപ്പണിയും നടത്തുന്ന രൂപത്തിലേക്ക് കുറച്ച് ആളുകൾ പല കാര്യങ്ങളും പിന്നെ തീരുമാനിക്കുന്നു, നടപ്പിലാക്കുന്നു, കൗൺസിലിനെ വെറും നോക്കുകുത്തിയായിട്ട് നിർത്തുന്നു, എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. കഴിഞ്ഞ 6 മാസം നമ്മുടെ ചട്ടം അനുസരിച്ച് മിനിറ്റ്സ് അടുത്ത പിന്നെ മീറ്റിംഗ് വരുമ്പോഴത്തേക്ക് പിന്നെ അവസാനം കൂടിയ പിന്നെ കൗൺസിലിൻ്റെ മിനിറ്റ്സ് തരണമെന്നാണ്. കഴിഞ്ഞ 6 മാസം കൊണ്ട് തരുന്നില്ല. ഇന്നലെയാണ് ഞങ്ങൾ ബലം പിടിച്ച് മുദ്രാവാക്യം വിളിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ആ മിനിറ്റ്സിൻ്റെ കോപ്പി തന്നെ തരുന്നത്. ഇപ്പോൾ മനസ്സിലാക്കുന്നത് 2 പ്രാവശ്യം വന്നിട്ടില്ല, സുഗതൻ്റെ അറ്റൻഡൻസ് തിരുത്തി മേയർ തന്നെ നേതൃത്വം കൊടുത്ത് ഫോർജറി നടത്തിയിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു മേയറും ഒരു സംവിധാനത്തെയും നമുക്കൊരു ജനാധിപത്യപരമായി ഇതിനെ സംരക്ഷിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. ഇത് മാത്രമല്ല, ജനങ്ങളുടെ പ്രശ്നം ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ല, ഏറ്റവും കൂടുതൽ പനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മരണത്തിലേക്ക് പോയിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഈ സമയം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പോലും ഇതിന് വേണ്ടിയിട്ട് ഒരു പരിഹാരം കാണാതെ ഇവർ ഈ പറയുന്ന കണക്ക് സുഗതന് വേണ്ടിയിട്ട് ഇവിടെ അടിയുണ്ടാക്കി കലാപം ഉണ്ടാക്കി ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം സംഘം കൗൺസിലർമാർ ഇറങ്ങിയിരിക്കുകയാണ്.
നിങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിലാണല്ലോ ഈ സമരം നടത്തിയത്. എവിടെ എന്താ പിന്നെ അക്രമമാണ് നടത്തിയിട്ടുള്ളത്? നിങ്ങൾ നോക്കൂ, ഇവിടെ സുഗതനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൗൺസിലർമാരെല്ലാവരും കൂടെ ചേർന്ന് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ പോയി അക്രമ പ്രവർത്തനം നടത്തിയില്ലേ? കമ്മീഷണർ ഓഫീസിൻ്റെ മുമ്പിൽ പോയി അക്രമ പ്രവർത്തനം നടത്തിയില്ല. സുഗതന് എതിരായിട്ട് ഒരു പ്രതിഷേധ സമരം നടത്തിയപ്പോൾ കൂടെയുള്ള കൗൺസിലർമാരെ അടിച്ച് പരിക്കേൽപ്പിക്കുന്ന രൂപത്തിലേക്ക് ഇവർ മാറിയില്ലേ? അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായിട്ടും അക്രമപ്പെടുത്തൽ. ഇപ്പോൾ സുഗതനെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സുഗതനെ അറസ്റ്റ് ചെയ്ത് തന്നെ നമ്മൾ നോക്കൂ. ഈ രാത്രി ഈ പറയുന്ന കുറേ ക്രിമിനലുകൾ സംരക്ഷണത്തിലോടുകയോ അവസാനം പോലീസ് വെടിവെച്ചിട്ടാണ് ഈ പറയുന്നത് പോലെ തന്നെ സുഗതനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും വരട്ടെ. നമ്മുടെ ഇവിടെ ഏതെങ്കിലും ഒരു ചരിത്രത്തിൽ ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ സുഗതനെ പോലുള്ള ഒരു ക്രിമിനലിനെ ഇവിടെ ആകാശത്ത് വെടിവെച്ച് ആളുകൾ അറസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സുഗതൻ സംഭവമാണ്. ഇപ്പോൾ UDF ആണ് ഭരിക്കുന്നത്. മെനഞ്ഞാന്ന് കാപ്പ ഇറങ്ങിയല്ലോ, അതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് പാലിച്ച് അതിൻ്റെ ഉത്തരവ് ഇറങ്ങിയല്ലോ. അത് മനസ്സിലാക്കിയിട്ടെങ്കിലും ഈ പറയുന്നത് പോലെ തന്നെ ഇവർ ഇതിൽ നിന്ന് പിന്തിരിയാനും ഈ കോർപ്പറേഷൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് ഇത്തരം ആളുകളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കാത്തടത്തോളം കാലം ശക്തമായിട്ടുള്ള സമരം, നിയമപരമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോൾ ഞാൻ നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ തന്നെ പിന്നെ ഇവിടെ ചട്ടമനുസരിച്ച് 35 പേര് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്പെഷ്യൽ കൗൺസിൽ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി നിയമം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് UDFഉം LDFഉം രണ്ടായി അവിടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇന്ന 4-ാം തീയതി കൗൺസിൽ വിളിക്കണമെന്നുള്ള ഒരു ദിവസം പിന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ ചട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ പിന്നെ ഈ പറയുന്ന മേയർ ചെയ്യേണ്ടത് ജനാധിപത്യ സംവിധാനത്തിനകത്ത് മുനിസിപ്പാലിറ്റി ആക്ട് നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ അത് നടപ്പിലാക്കൂല, ഞങ്ങൾ വിളിക്കൂല എന്നുള്ള കത്താണ് എനിക്ക് ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം കോടതിയിൽ നിന്ന് തന്നെ ഞാൻ ആ കൗൺസിൽ മീറ്റിംഗ് കൂടുന്ന സമയത്ത് എന്നെ ചൂണ്ടിക്കാണിച്ചു ഇങ്ങനെ ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾ തിരുത്തി ഇത് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാകണമെന്നുള്ള അന്നത്തെ കൗൺസിൽ മീറ്റിങ്ങിനകത്ത് ഞാൻ പറഞ്ഞില്ല. അപ്പോഴത്തേക്ക് ധാർഷ്ട്യം, അത് ഞങ്ങൾ കോടതിയിൽ പോയിക്കോളാം, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തോ എന്ന് പറയുന്ന ധാർഷ്ട്യമാണ് ഇദ്ദേഹം വെച്ച് പുലർത്തുന്നത്. ഇപ്പോൾ സ്പെഷ്യൽ കൗൺസിൽ വിളിക്കാതിരിക്കുന്ന തീരത്തിലേക്ക് 4-ാം തീയതി സ്പെഷ്യൽ കൗൺസിൽ വിളിക്കാൻ 49 കൗൺസിലർമാർ ആവശ്യപ്പെട്ടിട്ടും അത് നടത്തൂല എന്ന് പറയുന്നത് ചട്ടലംഘനമാണ്. ഇതിനെതിരെ കൂടി നിയമ നടപടിയിലേക്ക് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്കറിയില്ല, ഞാൻ FIRന്റെ കോപ്പി കണ്ടില്ല. നിങ്ങൾ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്ത വന്ന് ആണ് ഞാൻ ഈ വിഷയം അറിയുന്നത്. അന്ന് ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. അവിടെ ഒരു 10-15 മാധ്യമങ്ങൾ ക്യാമറ കണ്ണുകൾ അവിടെ ഉണ്ടായിരുന്നു ആ സംഭവം നടക്കുമ്പോൾ. എന്നെ അതിനകത്ത് കൃത്യമായിട്ട് കാണാം. ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളത് ആ വിഷ്വൽ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കള്ളക്കേസ് കൊടുക്കുന്നതും അതന്നെ അതല്ല, അങ്ങനെ UDF ഭരിക്കുന്നതല്ല. സ്വാഭാവികമായിട്ട് മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനനുസരിച്ചാണ് FIR എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു അഭിഭാഷകനായതുകൊണ്ട് നമ്മളിതൊക്കെ ഒരുപാട് കണ്ടും കേട്ടും ഒരു 10-26 വർഷം നമ്മൾ ഈ പറയുന്നത് അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ സംബന്ധിച്ചൊന്നും അറിയാം. അതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അതിലൊന്നും നമ്മൾ വലിയ വില കൊടുക്കേണ്ട കാര്യമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.